നമസ്കാരം. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ വീട്ടിൽ ചിത്രരചന നടത്താനുള്ള ഫണ്ടിന് വേണ്ടി കേരള ലളിതകലാ അക്കാദമി ജീവനക്കാരുടെ പകുതി ശമ്പളം കട്ട് ചെയ്തു. അതിനാൽ പാതി ശമ്പളം മാത്രമാണ് ജീവനക്കാർക്ക് ലഭിച്ചത്. കഴിഞ്ഞയാഴ്ചയാണ് വി.എസിന്റെ പുന്നപ്രയിലെ വീട്ടിൽ അക്കാദമി ക്യാമ്പ് നടത്തിയത്. സർക്കാർ സർവീസിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും കേട്ടുകേൾവി പോലുമില്ലാത്ത രീതിയാണ് അക്കാദമി ഇവിടെ പയറ്റിയത്. ദിവസക്കൂലിയിലാണ് ഇവിടുത്തെ ജീവനക്കാരിൽ വലിയ വിഭാഗം വർഷങ്ങളായി ജോലി ചെയ്യുന്നത്. കിട്ടുന്ന തുച്ഛമായ തുകയിൽ പകുതി കട്ട് ചെയ്താണ് ഈ മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് നൽകിയത്. ജോലി പോകുമെന്ന് ഭയന്ന് ഇത് ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടെയുള്ളവർ. ഉപയോഗിക്കാതെ അക്കൗണ്ടിൽ കിടന്ന 13 ലക്ഷം രൂപയോളം രൂപ പ്ലാൻ ഫണ്ട് ഇനത്തിൽ സർക്കാരിന് മടക്കി നൽകിയിട്ടാണ് ഈ കൊടും ചതി അക്കാദമി അധികൃതർ ചെയ്തത്. ഭരണമാറ്റത്തെ തുടർന്ന് അക്കാദമിയുടെ തലപ്പത്തുള്ളവർ സ്ഥാനമൊഴിയുന്ന വേളയിലാണ് ജീവനക്കാർക്കുള്ള പണി കൂടി കൊടുത്ത് പടിയിറങ്ങിയത്. വി.എസിന്റെ പുന്നപ്രയിലെ വീട്ടിൽ ഒരു കൂട്ടം കലാകാരന്മാരെ എത്തിച്ച് വീടിന്റെ ചുമരിൽ വി.എസിന്റെ ജീവിതരേഖകൾ വരച്ചിടുകയാണ് ലളിതകലാ അക്കാദമി ചെയ്തത്. വി.എസിന്റെ കുട്ടിക്കാലം മുതൽ അന്ത്യയാത്ര വരെയുള്ള ചിത്രങ്ങളാണ് ചുമരിൽ ആലേഖനം ചെയ്യപ്പെട്ടത്. ഒരു സതുദ്യമത്തിന്റെ മേന്മ കളയുകയാണ് അക്കാദമി അധികൃതർ ചെയ്തത്. ഈ ഉദ്യമം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്ത വി.എസിന്റെ മകൻ അരുൺകുമാർ പോലും അക്കാദമി ഫണ്ട് കണ്ടെത്തിയ മാർഗത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകില്ല. കേരള ലളിതകലാ അക്കാദമിയിൽ തന്നെ തനത് ഫണ്ട് എന്നൊരു ഫണ്ട് കൂടിയുണ്ട്. അക്കാദമിയുടെ വരുമാനം ഈ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ഈ തുകയിൽ നിന്നും അക്കാദമിക്ക് ഫണ്ട് എടുക്കാമായിരുന്നു. അതിന് മുൻകൂർ സർക്കാർ അനുമതി വാങ്ങണം എന്ന് മാത്രം. അത് ഒഴിവാക്കിയാണ് എളുപ്പ വഴിയിൽ ജീവനക്കാരുടെ ശമ്പളം പകുതി അടിച്ചു മാറ്റി വി.എസിന്റെ വീട്ടിലെ ചിത്രരചന അക്കാദമി ഗംഭീരമാക്കിയത്. ശമ്പളം പകുതി അടിച്ചു മാറ്റിയതിൽ ജീവനക്കാർ കടുത്ത അതൃപ്തിയിലാണ്. അക്കാദമി അധികൃതർ സ്ഥാനമൊഴിയുന്നതിന് തൊട്ടു മുമ്പ് ഇഷ്ടക്കാരിൽ ചിലർക്ക് ദിവസവേതനം മാറ്റി കോൺട്രാക്ട് നൽകാനും ചിലർക്ക് വഴിവിട്ട് പ്രമോഷൻ നൽകാനും നീക്കം നടത്തിയിരുന്നു. എന്നാൽ മാധ്യമ വാർത്തകൾ വന്നതോടെ ഇത് വിജയിച്ചില്ലെന്നാണ് സൂചന. പുതിയ സർക്കാർ വരുമ്പോൾ അക്കാദമിയുടെ വഴിവിട്ട രീതികൾ അന്വേഷിക്കണമെന്നും അടിച്ചു മാറ്റിയ പാതി ശമ്പളം തിരിച്ചു നൽകണമെന്നുമാണ് ജീവനക്കാരുടെ ആവശ്യം.